നല്ല വ്യത്യസ്തമായ ഹാപ്പിയാണ്, ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ അവിടെ പറഞ്ഞ പോലെ ആകെയാണ്. ബാക്കി ഡയറക്ടറോടൊപ്പം എന്താണ് മൊബൈൽ ബ്രെഡ് കൊടുത്താണോ മൊബൈൽ ഈ ഒരു ബ്രെഡ് കൊടുത്താണോ ജീവിതാനുഭവങ്ങളെ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ, തിയേറ്ററിൽ മിസ്സാക്കാതിരിക്കുക. എന്തായാലും എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും, ഒരു ഒറിജിനൽ സിനിമയായിരിക്കും. ഹാപ്പിയാണ്, ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഓൾസോ താങ്കൾ അങ്ങനെ ഒരാളാണ്. സോ റിയൽ ലൈഫുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അല്ല, ഉണ്ടാവും നമ്മുടെ അനുഭവമൊക്കെ വരുമല്ലോ പടത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്രയും നല്ല മനുഷ്യനാണ്, അത് നല്ല ഭാവി. അതെ, സൂപ്പർ സ്റ്റാർ. അഭിനയിച്ചപ്പോഴൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങള്? നസ്ലിൻ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വന്നോ അഭിനയിക്കുമ്പോ? കണ്ടിട്ടില്ലേ? ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ കണ്ട്. സിനിമ കാണാനുള്ളവരോടൊക്കെ ഫോട്ടോ എടുത്താ? നല്ല പടം കണ്ടോ? പഴം കണ്ടല്ലേ? നല്ല പടം ഇഷ്ടപ്പെട്ടോ? നല്ല പടം കേട്ടോ, കണ്ടില്ലെങ്കിൽ കാണാൻ. ഒരു കുട്ടിത്തുള്ള കഥാപാത്രത്തിൽ നിന്നും ഒരു മാറുന്നൊരു എന്താ പറയാ ഒരു കഥാപാത്രത്തെ മേക്ക് ചെയ്യാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. നസ്ലിനെ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രേമ സിനിമകളിലൊക്കെയാണ് അദ്ദേഹത്തെ കാണുന്നത്, പ്രേമ സിനിമകൾ, പ്രേമം അതൊക്കെ. പക്ഷെ ഇതില് സിനിമയെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് ഒരു എന്താ പറയാ അതുപോലെ സിനിമയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് പുള്ളി ചെയ്തിരിക്കുകയാണ് നസ്ലിൻ. പിന്നെ അതൊരു സംഗീതം ഇവരെ പ്രേമലു സിനിമയിൽ അറിയാം, ഇവരെ കൂട്ടായിട്ട് ഇതിൽ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെയൊക്കെ പെർഫോമൻസ് വേറെ ലെവലാണ്. എല്ലാം കൊണ്ടും ആകാശവാണിക്ക് ശേഷമൊക്കെ പേടിച്ചൊരു സിനിമ തന്നെയാണ്, പേടിക്കാനും ഉണ്ട്, നല്ലൊരു ഇതാണ്. പിന്നെ സിനിമയിൽ എന്തെങ്കിലും ആയി തീരുമെന്ന് തെളിയിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് പാരവെപ്പുണ്ട് സിനിമ ഫീൽഡിൽ നിന്ന് കാണിച്ചിരിക്കുന്ന സിനിമയാണ്. ഇതിന് ഗംഭീരം, നല്ലൊരു സിനിമ. ലെസന്റെ ഒക്കെ ഒരു നല്ല പെർഫോമൻസ്, അടിപൊളി. എല്ലാവരും ആക്ച്വലി സർഫേന്റെ ചെറുപ്പമാണ് ചെയ്തത്. അപ്പം ലൈക്ക് അഭിനയത്തിലൂടെയും എല്ലാവരെയും കൂടെ ഒക്കെ നിൽക്കുമ്പോഴത്തേനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഔട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാവർക്കും സന്തോഷമാണുള്ളത്. അപ്പം എനിക്കും സന്തോഷമായി. ഈ സിനിമയിൽ ഇപ്പം സത്യം പറയുകയാണെങ്കിൽ എന്നെ കാസ്റ്റ് ആക്കിയത് നമ്മുടെ ഡയറക്ടർ തന്നെയാണ്. കുഴു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ലെങ്തി റോൾ കിട്ടുന്നത് ആ ഡയറക്ടറുടെ ഒരു കാരുണ്യം കൊണ്ടാണ്. അദ്ദേഹം എനിക്ക് ആ റോള് കുറച്ച് വെയിറ്റുള്ള റോളാണ്, അത് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം വിഭാവനം ചെയ്ത് തന്നെയാണ് ഇതിലെ എൻ്റെ ഗ്രേറ്റ്നസ്സും എൻ്റെ ഭാഗ്യവും. അദ്ദേഹത്തിൻ്റെ സംവിധാന രീതി എല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി. ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു ഡയറക്ടറാണ്. അതേപോലെ ഇതിൻ്റെ ക്രൂ മൊത്തം പ്രൊഡക്ഷനൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെയൊക്കെ കംഫർട്ട് ആക്കാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ക്രൂ നോക്കിയിരുന്നു. പിന്നെ ഒന്നിച്ച് അഭിനയിച്ചവരെല്ലാം വളരെ സ്നേഹത്തിലും വളരെ സന്തോഷത്തിലും ഒന്നിച്ച് ഈ സിനിമ നന്നാക്കി എടുക്കാൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു. മൊത്തത്തിൽ ഇതിൻ്റെ ക്രൂ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് തന്നത്.
ഫീനിക്സ് 916 പിന്നെ കുറച്ച് എറണാകുളം. പ്രേക്ഷകരോട് കണ്ടപ്പോൾ എന്താ തോന്നുന്നത്? അല്ല, പ്രേക്ഷകര് കണ്ടപ്പോൾ പ്രേക്ഷകരുടെ കൂടെ കണ്ടപ്പോൾ ഒരു പ്രൗഡായി തോന്നി. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും വന്ന് കാണണം. സിനിമയിൽ സ്വാധീനമുള്ളവര് ഒരാളെ വളർത്തൂല എന്നാണ് അതിന്റെ ഒരു മെയിൻ കഥാതന്ത്രം. കാരണം ഇത് നമ്മൾ സിനിമ കാണുമ്പോൾ അറിയാം, അതിൽ സ്വാധീനമുള്ളവര് ഈ നമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. അതിൽ ഇതിന്റെ ഡയറക്ടർ സിനിമക്കുള്ളിലെ സിനിമയിലെ കുറെ കാര്യങ്ങള് വിശദമായിട്ട് കാണും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് നസ്ലിൻ എന്ന വളർന്നു വരുന്ന യുവതാരം നല്ലൊരു ക്യാരക്ടർ ഉണ്ട് പുള്ളിക്ക്. കാരണം കോമഡി എന്നുള്ളതല്ല, അദ്ദേഹത്തിന് നസ്ലിന് പറ്റിയൊരു പക്വതയാർന്ന ഒരു ക്യാരക്ടർ കൊടുത്ത് ജഗദീഷ് ചേട്ടൻ, ഫിലിപ്പൻ ഇതിൽ അഭിനയിച്ച സംഗീത്, പിന്നെ ഷറഫുദ്ദീൻ, എല്ലാ ആൾക്കാരും പ്രത്യേക വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുകൾ കൊടുത്ത് നമ്മൾ സിനിമക്കുള്ളിലെ കഥകൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കും. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റില്ല, അതിന് സിനിമ തന്നെ വന്ന് കാണുക. ബോളിവുഡ് ടൈംസ് അദ്ദേഹം ഉദ്ദേശിച്ച പോലെ തന്നെ നല്ലൊരു ചിത്രമാണ്. രീതി മാറ്റി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാം നടത്തുന്നത്. അപ്പോൾ നമ്മൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടതിന്റെ അതേ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഇമോഷൻ തന്നെയാണ് ഈ സിനിമയെ ക്യാരി ചെയ്യുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടെ വലിയ സ്കെയിലും വേറെ നമുക്ക് കുറച്ചുകൂടെ അറിയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കും കൂടെ വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നി അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ. നസ്ലിന്റെ പ്രകടനമൊക്കെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രകടനം. അദ്ദേഹത്തിന്റെ ഒരു കോളേജ് രീതിയിലുള്ള അങ്ങനെയുള്ള രസകരമായ ക്യാരക്ടർ ചേർന്നിട്ട് ഇത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ പോസ്റ്ററിൽ കാണാത്ത ഒരുപാട് നടന്മാർ എല്ലാവരും പെർഫോമൻസ് ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണെങ്കിൽ കൂടി ഇതിൽ എന്തായാലും എടുത്തു പറയേണ്ടത് കമന്റബിൾ ആയിട്ടുള്ളത് അഭിനവന്റെ ഈ ഡയറക്ഷൻ രീതി തന്നെയാണ്. അത് എല്ലാത്തിനും മുകളിൽ തന്നെ നിൽക്കും. നസ്ലിന്റെ ഒരു അതിഉഗ്രം പെർഫോമൻസ് തന്നെയെന്ന് പറയാം. സാഹചര്യം ഇപ്പൊ മലയാള സിനിമേനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുള്ള് കോപ്പിറൈറ്റ് അടിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരാളുടെ കഥ മറ്റൊരാളെ മോഷ്ടിക്കുക അങ്ങനത്തെ ഒരു ചേസ് ചെയ്തിട്ടാണ് പടം പോകുന്നത്. പടം നല്ല മേക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നെസ്ലിന് ആ ഒരു സംവിധായകന്റെ തിരക്കഥാകൃത്തിന്റെ ആ ഒരു സപ്പോർട്ടിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല ഫസ്റ്റ് വാച്ചിങ് ആണല്ലോ, തിയേറ്ററിൽ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം. പിന്നെ നമ്മൾ ഒരുപാട് ഇത് നല്ല ഇതായിട്ട് വന്ന് കാണണ്ട. നമ്മൾ ഈ സിനിമയ്ക്കുള്ളിലൊരു സിനിമ അതാണ് തിരക്കഥ മോഷ്ടിക്കൽ അങ്ങനെയുള്ള ഒരു ഇതായിട്ട്. അതിൽ നല്ലൊരു സംവിധായകനെ എത്ര നല്ല ഇത് ചെയ്താലും അതിനെ കുറ്റം കാണിക്കുന്ന മാതിരിയുള്ളൊരു നല്ലൊരു മൂവിയാണ്. കാണേണ്ട പടം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് മറ്റൊരാളുടെ കഥയുമായിട്ട് വിജയിച്ച ഒരുപാട് പേരുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ ഇതേമാതിരി നല്ലൊരു തിരക്കഥാർത്ഥം ഉണ്ടാവും. ഒരുപാട് അധ്വാനിക്കുന്ന ഒരാളുടെ ഇതാണ് മറ്റൊരാൾ സക്സസ് ആക്കുന്നത് എന്നുള്ളൊരു ഇതാണ് തെളിയിച്ചു തരുന്നതാണ്. അത്രയും നല്ലൊരു മൂവിയാണ്. മസ്റ്റ് വാച്ച്. ഒരു സംവിധായകന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അദ്ദേഹം ഒരു നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. അതേപോലെ തന്നെ അഭിനേതാക്കളുടെ പെർഫോമൻസ് എല്ലാവരും ഒന്നിനൊന്നും വെച്ച് തന്നെയാണ്. നമ്മുടെ നെസ്ലിനായാലും നെസ്ലിൻ ചോക്ലേറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിരിക്കുന്ന നെസ്ലിന്റെ നടലിലേക്കുള്ള ഒരു വളർച്ച തന്നെ കാണിക്കുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്ത് പറയുന്നതാണ്. അതേപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ, സംഗീത് പ്രതാപ്, ഉണ്ണിച്ചേട്ടൻ, പിന്നെ ഷറഫുദ്ദീൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അവരെ എല്ലാവരെയും ബെസ്റ്റ് ജഗദീഷ് ചേട്ടൻ അവരെയൊക്കെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്. അപ്പൊ ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് അദ്ദേഹം അണിയിച്ചൊരുക്കുക. സംവിധായകന് ബിഗ് സല്യൂട്ട്. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ മഴക്കാലത്ത് മഴയാണെന്ന് വിചാരിച്ച് തിയേറ്ററിൽ വരാതെ നിങ്ങൾ ഇരിക്കരുത്. നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മിസ്സാവും. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു.